ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണോ? ഞാനും ഇവിടെ സുഖമായിരിക്കണോ. ഇന്ന് എൻ്റെ കൂട്ടുകാരോട് ഞാൻ പങ്കുവെക്കുന്ന വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രായമായ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും നമ്മൾ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടേതായ കാര്യങ്ങൾ മക്കൾ ചെയ്തു തരുമ്പോൾ അതൊരു സംതൃപ്തി കൊണ്ട് നമ്മൾ അവർ ചെയ്തു തരുന്നത് ഭാഗ്യം എന്ന് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ് അല്ലേ. പഴയ കാലഘട്ടം പോലെയല്ല. അപ്പോൾ പണ്ട് കാലത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ മുത്തശ്ശന്മാർ അല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയം, ഭക്തി, ബഹുമാനം എന്ന് ഇവിടെ ആ രീതിയിലൊക്കെ ആയിട്ട് കാര്യങ്ങളൊക്കെ നമ്മളവർ പറയുന്നത് പോലെ അനുസരിച്ച് പെരുമാറിപ്പോകും. ഇന്ന് അങ്ങനെയല്ല. ഇന്നത്തെ കാലഘട്ടങ്ങൾ വ്യത്യാസമുണ്ട്. പണ്ട് മുത്തശ്ശൻ ഇരിക്കുന്ന കസേരയിൽ ഈസി ചെയർ ആണെന്നുണ്ടെങ്കിൽ നമ്മളതിൽ കയറി ഇരിക്കാറില്ല. അതുപോലെ മുതിർന്നവർ വരുമ്പോൾ നമ്മൾ കാലിൻ്റെ മുകളിൽ കാല് കയറ്റി വെച്ചിരിക്കാറില്ല. ആ ഒരു കാലഘട്ടങ്ങളൊക്കെ അങ്ങനത്തെ ജീവിത രീതിയും അങ്ങനത്തെ ബഹുമാനവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല കേട്ടോ. ഇന്ന് അച്ഛൻ്റെ കസേരയിൽ അച്ഛൻ അല്ലെങ്കിൽ മുത്തച്ഛൻ്റെ കസേരയിൽ മുത്തച്ഛൻ നീട്ടാൽ മതി, മുട്ടി ചത്താൽ മതി, കട്ടിലൊഴിഞ്ഞാൽ മതി എന്ന് പറയുന്ന പോലെ മുത്തച്ഛൻ അവിടെ നിന്ന് എവിടേക്കെങ്കിലും നീങ്ങി പോയി കഴിഞ്ഞാൽ അതേ ആ ഈസി ചെയറിൽ ഇന്നത്തെ കുട്ടികൾ കയറിയിരിക്കും. ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. അതുകൊണ്ട് അതിക്കൊന്നും കിടക്കണില്ല, അതിനെ നമ്മൾ കുറ്റമൊന്നും പറയണില്ല. ഈ സാഹചര്യങ്ങളിലൂടെ നമ്മൾ നാട് ഓടുമ്പോൾ നടുവേ ഓടണമെന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇങ്ങനത്തെയുള്ള സാഹചര്യങ്ങളിലൂടെ നമ്മൾ ജീവിച്ച് പോകുമ്പോൾ അതൊക്കെ നമ്മൾ കണ്ടില്ല, കേട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതെല്ലാം മിണ്ടാതിരുന്ന് ജീവിച്ച് പോകാൻ തന്നെയാണ് പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഞാൻ പറയുന്നത് വേറൊന്നുമല്ല, നമ്മൾ പ്രായമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അവർ ചെയ്തു തരുന്നതിൽ സംതൃപ്തിയും സന്തോഷമൊക്കെ കണ്ടിട്ട് നമ്മൾ ജീവിച്ച് പോവുക വേണം അല്ലേ. നമ്മളതിൽ എന്ത് ചെയ്തു തന്നാലും ഒരു സംതൃപ്തി ഇല്ല, ഒരു സന്തോഷവും ഇല്ല. അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ മുഖം കയറ്റി പിടിക്കുക, ഇതപ്പോൾ ചെയ്തു തന്നത്, ഇതപ്പോൾ ഇതൊക്കെ വേണ്ട, ഇതൊക്കെ ഇഷ്ടമില്ല, ഇതിപ്പോൾ ഇങ്ങനെയാണോ, അങ്ങനെയൊന്നും നമ്മൾ പറയരുത്. ഭക്ഷണമാണെങ്കിൽ പോലും നമുക്ക് കിട്ടുന്നത് തന്നെ ഭാഗ്യം എന്ന് ചിന്തിക്കേണ്ട സമയമാണ് ഇപ്പോൾ. അപ്പോൾ ആ ഭക്ഷണമാണെങ്കിൽ പോലും അവർ തന്നത് നമ്മൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് തീരുമാനം ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ കഞ്ഞിയാണെങ്കിൽ കഞ്ഞി, അപ്പോൾ അതവർ ചോറ് തന്നിട്ട് ആ ചോറ് ഇത്തിരി ചൂട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ തിരുമ്മി പിഴിഞ്ഞ് കഴിക്കേണ്ട ഒരു കാലഘട്ടമായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെയൊക്കെ പ്രായമുള്ളവർ, നമ്മുടെ അച്ഛനമ്മമാർക്ക് അവർക്ക് വേണ്ട അവരുടെ ഇഷ്ടപ്രകാരം നമ്മൾ ചെയ്തു കൊടുക്കും. പക്ഷേ പ്രായമായതുകൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്തു കൊടുത്താലും അതിന് അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നവർ, അതായത് അച്ഛനെയും അമ്മേനെയും അല്ലെങ്കിൽ പ്രായമുള്ളവരേനെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ അവരുടെ ഇഷ്ടാനുസരണം കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവർക്ക് വേണ്ട തൃപ്തിയായ രീതിയിൽ നമ്മൾ ഭക്ഷണമായിക്കോട്ടെ, അവരുടെ ഇപ്പോൾ കുളിപ്പിച്ച് കൊടുക്കേണ്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുളിപ്പിച്ച് കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെ നമ്മൾ തൃപ്തിയായിട്ട് ചെയ്തു കൊടുക്കും. പക്ഷേ നമ്മൾ ചെയ്തു കൊടുത്ത് നമ്മൾ ഈ കഷ്ടപ്പെടുന്നതിലൊന്നും അവർക്ക് യാതൊരു ഇതുമില്ല. കാരണം എന്താ പറയുക, എന്താ എനിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ഇതിലപ്പുറം ഞങ്ങളുടെ മുത്തച്ഛനും അമ്മൂമ്മമാർക്കൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന രീതിയാണ് നമ്മുടെ ഇന്നത്തെ പ്രായമായവർ കേട്ടോ. അപ്പോൾ അതൊക്കെ എന്തായിക്കോട്ടെ, പ്രായമായവരെ നോക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല, അതൊക്കെ സമ്മതിച്ചു. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും അവർക്ക് അവരുടേതായ ഒരു ചിന്തകൾ അവരുടെ മനസ്സിൽ അവർ അരക്കിട്ടുറപ്പിച്ചിട്ടുണ്ടാവും. ആ ചിന്തകൾ അല്ലെങ്കിൽ അവർ പറയുന്നത് മാത്രമാണ് ശരി എന്ന രീതിയിലാണ് അവർ സംസാരിക്കുക. പലപ്പോഴും നമ്മളത് മിണ്ടാതിരുന്ന് കേൾക്കും, അല്ലെങ്കിൽ നമ്മളത് വിട്ടുകളയും. പക്ഷെ ചില നിമിഷങ്ങളിൽ മനുഷ്യനല്ലേ, എല്ലായ്പ്പോഴും ഒരുപോലെ ജീവിക്കാനായിട്ട് കഴിയില്ല, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് എല്ലായ്പ്പോഴും ഒരുപോലെയല്ല. അപ്പോൾ ചിലപ്പോൾ നമ്മളും എന്തെങ്കിലും അവരോട് മറുപടി പറഞ്ഞു പോകും അല്ലേ, മനുഷ്യാവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ മറുപടി പറഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ പറയുന്നത് കൊണ്ടും നമ്മൾ അവരോട് ഓരോ കാര്യങ്ങളും അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ എന്ന് നമ്മൾ നിർബന്ധത്തോടു കൂടി പറയുന്നത് കൊണ്ടും നോക്കുന്ന വ്യക്തികളെ പ്രായമായവർക്ക് കണ്ണിൽ കണ്ടുകൂടാ. അതെന്തുകൊണ്ടാണ് നമ്മളങ്ങനെ പറയുന്നത്, അവരുടെ നല്ലതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് നമ്മൾ അവരോട് ഓരോ കാര്യങ്ങളും പറയുന്നത് അല്ലേ. പക്ഷേ അവരത് മനസ്സിലാക്കണില്ല. അപ്പോൾ എപ്പോഴെങ്കിലും വന്നു പോകുന്നവരാച്ചാൽ നല്ല രണ്ട് വാക്ക് പറഞ്ഞു, അല്ലെങ്കിൽ എന്താ ഏതാ ചോദിച്ചു, അല്ലെങ്കിൽ ഒന്ന് ഫോൺ വിളിച്ച് അന്വേഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരോടാണ് ഇവർക്ക് ഇഷ്ടം കൂടുതലുണ്ടാവുക. പിന്നെ കുറച്ചൊക്കെ നമ്മൾ പ്രായമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വീടിൻ്റെ നികുതി അടയ്ക്കൽ, അല്ലെങ്കിൽ വീടിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം നമുക്ക് ആരോഗ്യമുള്ള സമയങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആരോഗ്യമില്ല, അല്ലെങ്കിൽ മക്കൾ കാര്യങ്ങൾ നോക്കട്ടെ എന്ന രീതിയിൽ നമ്മൾ മക്കളേനെ ഏൽപ്പിക്കേണ്ടി വേണം. അപ്പോൾ അത് മക്കളേനെ ഏൽപ്പിക്കുമ്പോൾ ഇവരുടെ ചിന്ത എന്താ, എൻ്റെ മക്കൾക്കൊരു കാര്യപ്രാപ്തിയില്ല, ഒന്നും ചെയ്യാറില്ല, അവരൊക്കെ അത് കണ്ടുണ്ടോ, അല്ലെങ്കിൽ അവളൊക്കെ അത് കണ്ടുണ്ടോ, അവർക്കിത് വല്ലതും അറിയോ, ഇത് വല്ലതും ചെയ്തോ. കാര്യം ശരി, അവരുടേതായ രീതിയിലുള്ള
അവരുടെ കാഴ്ചപ്പാടോട് കൂടിയിട്ടോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന തന്മയത്വത്തോട് കൂടിയിട്ടോ ചിലപ്പോൾ നമ്മൾക്ക് ചെറുപ്പക്കാർക്ക് ചെയ്യാൻ അറിഞ്ഞോളണമെന്നില്ല. അല്ലെങ്കിൽ ഇന്നത്തെ ചെറുപ്പക്കാർ നമ്മൾ ചെയ്യണത്രയും കൂടി നമ്മുടെ മക്കൾക്ക് ചെയ്യാൻ അറിയില്ല. അതൊക്കെ ശരിയാണ്. കാരണം ലോക പരിചയം അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്നുള്ള അനുഭവ പാഠങ്ങൾ ചിലപ്പോൾ നമ്മളെപ്പോലെ അവർക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷേ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടെങ്കിലും ആ മാറ്റങ്ങളേനെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം അവർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കാര്യങ്ങൾ നടത്തുന്നുണ്ട് നമ്മളതിൽ സന്തോഷം കണ്ടെത്തുക വേണ്ടത് കേട്ടോ. അല്ലാതെ ഞാൻ എൻ്റെ പറമ്പിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ എൻ്റെ പറമ്പിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ ആഹാരം വെക്കുന്നത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കതൊന്നും അറിയില്ല. ഇപ്പോൾ ആൺകുട്ടികളാണെന്ന് വെച്ചാലും ഓരോരുത്തർക്കും ഓരോ ഇതിലപ്പോൾ ചിലപ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ആൺമക്കൾ മാത്രമുള്ള വീടായിരിക്കാം, എന്തോ ആവട്ടെ. അപ്പോൾ പറയാം അവനൊന്നും അറിയില്ല, അവൻ എന്താ അറിയുക. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഒരു മകനാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കേട്ട് കഴിഞ്ഞാൽ ദേഷ്യം വരില്ലേ? ദേഷ്യം വരും. അപ്പോൾ ചിരിച്ചാലും മറുപടി പറയും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആവും. അപ്പോൾ നമ്മൾ പ്രായമായി കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഓർമ്മയും ബുദ്ധി ഇല്ലാത്തവരോട് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, ഓർമ്മ ഉള്ളവരുടെ അവസ്ഥയോടെ ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ മക്കൾ ഇങ്ങനെയൊക്കെ നമ്മുടെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. നമ്മുടേതായിട്ടുള്ള ഇപ്പോൾ പറമ്പിൻ്റെ കാര്യങ്ങളോ വീടിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ നോക്കുന്നുണ്ട്. നമ്മുടെ ഭക്ഷണ രീതികൾ അല്ലെങ്കിൽ നമുക്ക് സമയത്ത് ഭക്ഷണങ്ങളൊക്കെ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിലെല്ലാം സന്തോഷമായിട്ടിരിക്കാനും സന്തോഷമായിട്ട് പെരുമാറാനും അവരോടത് നമുക്ക് സംതൃപ്തി ഉണ്ടെന്ന് കാണിച്ചിട്ടും ഒക്കെ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കേണ്ട വേണം കേട്ടോ. അപ്പോൾ ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നമ്മളിങ്ങനെയൊന്നും പെരുമാറാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഒന്നും മക്കൾ അല്ലെങ്കിൽ നമ്മളെ നോക്കുന്നവരാരോ ചെറുപ്പക്കാരായിരിക്കുമല്ലോ, നമ്മളെയൊക്കെ ചെറുപ്പക്കാരായിരിക്കുമല്ലോ, അങ്ങനെ നോക്കുന്നവർക്ക് നമ്മളോട് ദേഷ്യം വരും. അപ്പോൾ നമുക്കൊരു ഗ്ലാസ് വെള്ളം കിട്ടാൻ പോലും ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും പിന്നെ പണ്ടത്തെ പോലെ ഇന്നിപ്പോൾ ഏക്കർ കണക്കിന് പറമ്പുകളും കാര്യങ്ങളൊന്നും ഇല്ല. 5 സെൻറ്റ് സ്ഥലം 2 സെൻറ്റ് സ്ഥലമൊക്കെ വാങ്ങിച്ചിട്ട് വീടും ഒക്കെ വെക്കുന്ന ആൾക്കാരാണ്. പിന്നെ നമ്മൾ ആ വീടുകളിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ നമ്മളും പ്രായമായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ദേഷ്യം മടിയൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ എത്ര ചിട്ടയോട് കൂടി ജീവിച്ചതാണെന്നുണ്ടെങ്കിലും ആ ചിട്ടപ്രകാരം അല്ലാത്ത രീതിയിൽ പെരുമാറുക ചെയ്യും. അപ്പോൾ പെരുമാറുമ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് പറയും? ഞാനത് തൊട്ടട്ടേ ഇല്ല, ഞാനത് കണ്ടിട്ടേ ഇല്ല, ഞാനത് ചെയ്യേയില്ല, എന്താ എനിക്കത്ര വിവരമില്ലേ ഇതൊക്കെ ചെയ്യണമെന്ന്? ഞാൻ ഇങ്ങനെയൊക്കെ ചിട്ടോടും കൃത്യത്തോട് കൂടിയിട്ടൊക്കെ ജീവിച്ച് വന്നിട്ടുള്ള തന്നെയാണ്. എനിക്കിപ്പോൾ ഇതൊന്നും ഒരാളും പഠിപ്പിച്ച് തരേണ്ട ആവശ്യമില്ല, അങ്ങനെയൊക്കെ പറയാം കേട്ടോ. പക്ഷെ ചെയ്യുന്നത് നേരെ വിപരീതമായിരിക്കും. അപ്പോൾ പ്രായമായി വരുമ്പോൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമ്മൾ കണ്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾക്കും നമ്മുടെ അവസ്ഥ എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയില്ല. കാരണം ഈ ഓർമ്മക്കുറവൊക്കെ നമുക്ക് നമ്മുടെ കാലഘട്ടം വരുമ്പോഴത്തേക്കും ഇത്തിരി കൂടി മുന്നേ തന്നെ വരുന്നൊരു കാലഘട്ടമാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആവുന്നൊരവസ്ഥയെന്ന് വെച്ചാൽ എങ്ങനെയാ അറിയില്ല. അല്ല, നമ്മൾ ബോധത്തോടു കൂടിയിരിക്കുന്ന അവസ്ഥയ്ക്കാണെന്നുണ്ടെങ്കിൽ നമ്മളിതെല്ലാം മനസ്സിലാക്കിയിട്ട് അവരോട് ഒത്തുചേർന്ന് സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു ഗ്ലാസ് വെള്ളം തന്നുള്ളൂ വെച്ചാലും അത് സന്തോഷമായിട്ട് കുടിക്കുക. നമ്മൾ ഭക്ഷണം തന്നതിനൊന്നും കുറ്റം പറയാതെ, അതായത് നമ്മുടെ ഇഷ്ടത്തിനുള്ള ഭക്ഷണം ആവില്ല ഇനിയുള്ള തലമുറ തരിക. അപ്പോൾ അത് കിട്ടുന്ന ഭക്ഷണം ഇപ്പോൾ ഷുഗറോ അല്ലെങ്കിൽ വേറെ അസുഖങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കുറച്ച് കഴിച്ച് കുറച്ച് വെള്ളം കുടിച്ച് കിടക്കുക അല്ലേ. ഷുഗറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മെഡിസിൻ കഴിക്കുക അല്ലെങ്കിൽ ഇൻസുലിൻ എടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കഴിക്കുക തന്നെ വേണം അല്ലേ. അപ്പം ശടിച്ചിട്ട് കാര്യമില്ല, ഞാൻ ഇന്നതേ കഴിക്കുള്ളൂ, എനിക്ക് ഇന്നതേ പറ്റുള്ളൂ എന്ന് നമ്മൾ ശടിച്ചിട്ട് കാര്യമില്ല. കിട്ടുന്ന ഭക്ഷണം നമ്മൾ കഴിക്കാനായിട്ട് നോക്കുക. പിന്നെ പറയില്ലേ, ചേര തിന്നണം നാട്ടിൽ പോയ നടുക്കഷ്ണം കഴിക്കണം എന്ന് പറഞ്ഞ പോലെ തന്നെ അങ്ങനെയൊന്നും കഴിച്ചില്ലെങ്കിലും നമ്മുടെ നാട്ടിലത്തെ ചിലപ്പോൾ നമ്മുടെ മക്കളൊക്കെ പുറം നാട്ടിലാണ്, നമ്മളതിനെ പുറം നാട്ടിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ സാഹചര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ അങ്ങനെയൊക്കെ ജീവിച്ച് പോകാൻ തന്നെ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ഇപ്പോഴേ ശ്രമം തുടങ്ങണം, എന്നാലാണ് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ പ്രായമാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്, അല്ലെങ്കിൽ പ്രായമാകുമ്പോൾ നമ്മൾ ശീലിക്കേണ്ട ശീലങ്ങളാണ് ഇതൊക്കെ. ഈ ശീലങ്ങൾ നമ്മൾ ചെയ്യുന്ന വേണം, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടിലായി തീരും കേട്ടോ. അപ്പോൾ നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മൾ പ്രായമാകുമ്പോൾ നമുക്ക് അസുഖം വരുമ്പോൾ പ്രായമാവണം എന്നില്ല, പല രീതിയിലുള്ള അസുഖങ്ങളും ഇന്ന് വരുന്നുണ്ട്. അപ്പോൾ ചിലവർക്കുണ്ടല്ലോ ആ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ വാശി വൈരാഗ്യം മാത്രമല്ല അതിൻ്റെ കൂട്ടത്തിൽ എന്ത് പറഞ്ഞാലും അനുസരിക്കാത്ത പ്രകൃതം കാണാം. അപ്പോൾ ഷുഗറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഇളക്കം സംഭവിക്കുമ്പോഴാണ് ഷുഗറൊക്കെ കുറയുള്ളൂ. അപ്പോൾ നമ്മൾ അതനുസരിച്ച് നടത്തം അല്ലെങ്കിൽ ഇരുന്നിട്ടുള്ള വ്യായാമമെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക അല്ലെങ്കിൽ ഇരിക്കുക, അങ്ങനെയാകുമ്പോൾ നമുക്ക് ഷുഗറൊക്കെ അധികരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളും കുറച്ചൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ മടിയത്തികളും അല്ലെങ്കിൽ മടിയന്മാരൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ നമ്മളും കുറച്ചൊക്കെ ശ്രദ്ധിക്കണം. പ്രായമായി വരുമ്പോൾ നമുക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലമാണ് നമ്മൾക്ക് നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ട് ജീവിക്കാനും പെരുമാറാനും കഴിയുള്ളൂ. നമുക്ക് ആരോഗ്യമില്ലാതെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ പറയുന്ന പോലെ തന്നെ നമ്മൾ കേൾക്കാൻ തന്നെ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ളൊരു മനോഭാവം അല്ലെങ്കിൽ മനസ്സിനെ നമ്മൾ അതിലേക്ക് എന്താ പറയുക, ആ ഒരു ചിന്താഗതിയിലേക്ക് കൊണ്ടുവന്നിട്ട് വേണം നമ്മൾ ജീവിക്കാനായിട്ട്. അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തോളാം.
ജീവിച്ചോളൂ കേട്ടോ. കാരണം ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ചിന്താഗതി നമ്മുടെ മനസ്സിനെ നമ്മൾ പഠിപ്പിക്കുക തന്നെ വേണം. അല്ലാന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടിലാവും. പിന്നെ ഭക്ഷണം ആയിക്കോട്ടെ, വസ്ത്രം ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവർ ചെയ്തു തരുന്ന കാര്യങ്ങളായിക്കോട്ടെ, അതിലെല്ലാം സംതൃപ്തിയോടുകൂടി ജീവിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സി യു.